ഞാൻ വെറും ഒരു കഴുതയാണ്, ആരും രണ്ടു തവണ നോക്കാത്ത ഒരു കവാടത്തിനടുത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, എളിയവനും മറന്നുപോയവനും. എന്റെ ദിവസങ്ങൾ ഭാരങ്ങളാൽ നിറഞ്ഞതുമായിരുന്നു, എന്റെ രാത്രികൾ നിശബ്ദതയാൽ നിറഞ്ഞതായിരുന്നു. ഞാൻ ജനിച്ചത് മഹത്വത്തിനുവേണ്ടിയല്ല, അധ്വാനത്തിനുവേണ്ടിയാണ്. പക്ഷേ ആ ദിവസം എന്തോ മാറി. രണ്ടുപേർ വന്ന് എന്റെ കെട്ടഴിച്ചു. ഞാൻ അലറി, ആശയക്കുഴപ്പത്തിലായി. എന്നിട്ടും ആരും അവരെ തടഞ്ഞില്ല. അപ്പോൾ ഞാൻ അവനെ കണ്ടു, യേശു. അവന്റെ കണ്ണുകൾ എന്റെ കണ്ണുകളുമായി കണ്ടുമുട്ടി. ഞാൻ മരവിച്ചു. അവനിൽ ഭയമില്ല, സമാധാനം മാത്രമേയുള്ളൂ. അഹങ്കാരമില്ല, ഉദ്ദേശ്യം മാത്രമേയുള്ളൂ. അവർ എന്റെ പുറകിൽ വസ്ത്രങ്ങൾ വച്ചു. അവൻ എന്റെ മേൽ ഇരുന്നപ്പോൾ ഞാൻ വഹിച്ചിരുന്ന ഭാരങ്ങളെക്കാൾ ഭാരം കുറഞ്ഞതായി തോന്നി. ആളുകൾ ഒത്തുകൂടി, ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തുവിളിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പടിപടിയായി യെരൂശലേമിലേക്ക് നടന്നു. അവർ എന്നെയല്ല, അവനെ സ്തുതിച്ചു. പക്ഷേ ഞാൻ രാജാവിനെ വഹിച്ചു. ഞങ്ങൾ നടക്കുമ്പോൾ സിനഗോഗിൽ നിന്നുള്ള പഴയ വാക്കുകൾ ഞാൻ ഓർത്തു. പുറപ്പാട് 13 നിന്ന് എല്ലാ കടിഞ്ഞൂൽ കഴുതയും ഒരു ആട്ടിൻകുട്ടിയെക്കൊണ്ട് വീണ്ടെടുക്കണം, അല്ലെങ്കിൽ അതിന്റെ കഴുത്ത് ഒടിക്കണം. ഒരു കുഞ്ഞാട് അതിന്റെ സ്ഥാനത്ത് മരിക്കുന്നതുവരെ എന്നെപ്പോലെയുള്ള ഒരു കഴുതയ്ക്ക് ഒരു വിലയുമില്ലായിരുന്നു. അവിടെ അവൻ ഉണ്ടായിരുന്നു, കുഞ്ഞാട്. ഞാൻ തകർക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടെടുക്കപ്പെട്ടു. കാരണം അവൻ വീണ്ടെടുപ്പിന്റെ കുഞ്ഞാടായിരുന്നു, എന്നെപ്പോലുള്ള കഴുതകൾക്ക് മാത്രമല്ല, വിശ്വസിക്കാൻ തയ്യാറുള്ള ഓരോ ആത്മാവിനും വേണ്ടി. അവൻ കിരീടധാരണം ചെയ്യാനല്ല, ക്രൂശിക്കപ്പെടാനാണ് സഞ്ചരിച്ചത്. വാളുകൊണ്ട് കീഴടക്കാനല്ല, മറിച്ച് അവന്റെ ത്യാഗത്താൽ രക്ഷിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏതൊരാളും, എത്ര താഴ്ന്നവനായാലും, എത്ര നഷ്ടപ്പെട്ടവനായാലും, എത്ര സ്നേഹിക്കപ്പെടാത്തവനായാലും വീണ്ടെടുക്കപ്പെടുന്നു. ആ ദിവസത്തിനുശേഷം അവർ എന്നെ കൊണ്ടുപോയി. ജനക്കൂട്ടം മങ്ങി. പക്ഷേ ഞാൻ വഹിച്ചതിൽ എന്റെ ഹൃദയം കത്തി. ഒരു മനുഷ്യനല്ല, മിശിഹ. അവർ എന്നെ മറന്നേക്കാം, പക്ഷേ ഞാൻ അവനെ ഓർക്കുന്നു. ഞാൻ ഒരു ലളിതമായ കഴുത ലോകരക്ഷകനെ വഹിച്ചു. ഞാൻ ഒരിക്കലും പഴയതുപോലെയാകില്ല.